നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ചില്ലക്ഷരങ്ങൾ ഹിന്ദിയിലുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരിക്കും. മലയാളത്തിലെ പോലെ ഹിന്ദിയിൽ ചില്ലക്ഷരങ്ങളില്ല. അത് സത്യമാണ്. ഹിന്ദി അക്ഷരമാലയിൽ 44 അക്ഷരങ്ങളാണ് ഉള്ളത്. 11 സ്വരാക്ഷരങ്ങളും 33 വ്യഞ്ജനാക്ഷരങ്ങളുമാണ് ഹിന്ദിയിലുള്ളത്. പിന്നെ എങ്ങനെ ഇൽ എന്ന് വരും? നമുക്ക് നോക്കാം. ല എന്ന വ്യഞ്ജനാക്ഷരം വെച്ചിട്ടാണ് ഹിന്ദിയിൽ ഇൽ എന്ന ചില്ലക്ഷരത്തെ സൂചിപ്പിക്കുന്നത്. കമൽ, വിമൽ, കൽ, വിശാൽ, ജൽ. ന എന്ന വ്യഞ്ജനാക്ഷരത്തെ ഉപയോഗിച്ച് നമ്മൾ ഇൻ എന്ന ചില്ലക്ഷരത്തെ സൂചിപ്പിക്കും. കാൻ, മക്കാൻ, ദൂക്കാൻ, പവൻ, കോൻ, മൈദാൻ. എന്ന അക്ഷരത്തെ ര എന്ന വ്യഞ്ജനാക്ഷരം വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. മോർ, കാർ, ദൂർ, തയ്യാർ. ല എന്ന വ്യഞ്ജനാക്ഷരം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇൾ എന്ന ചില്ലക്ഷരവും ഉപയോഗിക്കുന്നത്. കപോൾ, പാതാൾ, ശീതൾ, കോമൾ. നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എൻഡിങ്ങിലായിട്ടാണ് നമ്മൾ ചില്ലക്ഷരങ്ങൾ വരുന്നത്. ഇൺ, ണ എന്ന വ്യഞ്ജനാക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ഇൺ എന്ന ചില്ലക്ഷരത്തെ ഹിന്ദിയിൽ സൂചിപ്പിക്കുന്നത്. ഹിരൺ, പാഷാൺ, ഗുൺ. കണ്ടോ, നമ്മൾ എൻഡിങ് സൗണ്ട്സിന് നമ്മൾ എന്താണ് ചില്ലക്ഷരമാണ് വരുന്നത്, ഹിരൺ. അപ്പം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ല എന്ന വ്യഞ്ജനാക്ഷരം ഹിന്ദിയിൽ വരുമ്പോൾ ഇൾ എന്ന ചില്ലക്ഷരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ല എന്ന വ്യഞ്ജനാക്ഷരമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ല എന്ന ഹിന്ദി അക്ഷരത്തെ നമ്മൾ ഇൾ എന്ന ചില്ലക്ഷരമായിട്ടും ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ല എന്ന അക്ഷരത്തെ നമ്മൾ വ്യഞ്ജനാക്ഷരമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൾ എന്ന ചില്ലക്ഷരമായിട്ടും നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലായതാണ്. കൽ എന്ന് പറയുമ്പോൾ ഇൽ എന്ന ചില്ലക്ഷരമാണ്. കപോൾ എന്ന് പറയുമ്പോഴോ ഉൾ എന്ന ചില്ലക്ഷരമാണ് വന്നത്. എക്സാമ്പിൾസിലൂടെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ധന്യവാദ്.